إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. സമാധാനീയരായ വിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സത്താവും നിയന്താവുമായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്ക് ആജ്ഞാനുവർത്തികളായി ജീവിതാന്ത്യം വരെ ഈമാനും തഖ്വയും നിലനിർത്തി അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കുവാൻ പരമാവധി യത്നിക്കണമേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരം ഭാഗ്യം സിദ്ധിക്കുന്ന വിശ്വാസികളിൽ, വിശിഷ്യ മുവഹിദുകളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോക മുസ്ലിങ്ങൾ അവരുടെ കണ്ണും കാതും മനസ്സും ഹൃദയവുമെല്ലാം വിശുദ്ധമായിട്ടുള്ള മക്ക മണ്ണിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അഥവാ ദുൽഖഅദ മാസത്തിന്റെ ഏറ്റവും അവസാനത്തിൽ നമ്മൾ നിലകൊള്ളുമ്പോൾ 1-2 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹവും അഭിലാഷവുമാണ് ഈ ഇടത്തേക്കൊന്ന് പോവുകയും അവിടെ പോയി ഒന്ന് സുജൂദ് ചെയ്ത് റുക്കൂഅ് ചെയ്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ആവോളം കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച് ആത്മനിർവൃതിയിൽ തിരിച്ചു വരിക എന്നുള്ളത്. ഓരോ ദിവസവും നമ്മൾ ചുരുങ്ങിയത് 5 നേരമെങ്കിലും വക്തെങ്കിലും തിരഞ്ഞു നിൽക്കുന്ന ആ കഅബ എന്ന് പറയുന്നത്, നമ്മുടെ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ പോലും
അറിഞ്ഞുകൊണ്ട് ആ കഅബക്ക് തിരിഞ്ഞുകൊണ്ട് അഭിമുഖമായി നിൽക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ഗേഹം എന്ന് പറയുന്നത്. ഒരാൾ മരണപ്പെട്ടാൽ അവസാനമായി കിടത്തുന്നതും ആ കഅബയിലേക്ക് അഭിമുഖമായിട്ടാണ്. ആ കഅബ പ്രിയപ്പെട്ടവരെ ലോകത്ത് ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഭവനമാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ച ഒന്നാമത്തെ ഗേഹം അതീ പറയുന്ന കഅബയാണ്. ഈ മക്കയിലുള്ള കഅബയാകുന്നു ഒന്നാമത്തെ ആരാധനാലയം. അത് ആളുകൾക്ക് അതിൽ ബർക്കത്തും അതിലൊക്കെ തന്നെയും മാർഗദർശനവും ഉണ്ട്. ലോകർക്ക് അതുണ്ട് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ആളുകൾ അത് പൂർത്തീകരിക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ട്. അവിടെ അത്രമാത്രം പവിത്രവും അത് അനുഗ്രഹീതവുമാണ് ഈ ഇടമെന്ന് പറയുന്നത്. അവിടെ നമ്മളൊരു കർമ്മം ചെയ്താൽ 1,00,000 ഒരു നമസ്കാരത്തിന് ഇരട്ടിയായി പ്രതിഫലം വാഗ്ദാനം ചെയ്തത്. മറ്റേത് പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാളും 1,00,000 ഇരട്ടി കൂലി വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ കഅബ മാത്രമല്ല അതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അവിടെ ഒരിക്കലും അന്യായമായ ഒരു പ്രവൃത്തിയോ വാക്കോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ഒരതിക്രമവും അവിടെ ഉണ്ടാവാൻ പാടില്ല. ആ ഹറമിന്റെ ഉള്ളിൽ വേട്ടയാടുന്നതും മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നതും അതേപോലെ തന്നെ യുദ്ധം പോലെയുള്ള കൊലപാതകം പോലെയുള്ള ഒന്നും എല്ലാം ഇവിടെ വിലക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ ഒരു വിശുദ്ധ ഭൂമി എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഗേഹമാണ്. അവിടെ പോയിട്ട് ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ 5 സ്തംഭങ്ങളിൽ 5ാമത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നത് സാധ്യതയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. ഇബാദത്തുൽ ഉംറ, ഒരായുസ്സിൽ ഒരിക്കൽ മാത്രം നിർവഹിക്കേണ്ട കർമ്മം. ഹജ്ജ് എന്ന് പറയുന്നത്, ഉംറ എന്ന് പറയുന്നത് ഒരു പുരുഷായുസ്സിൽ സാമ്പത്തികവും ആരോഗ്യവും ഉള്ള ഒരാൾ നിർവഹിക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞിടത്ത് വാതിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർത്തീകരിക്കണം. വേറൊരു ഭാഗത്ത് അല്ലാഹു പറഞ്ഞു വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതഅ ഇലൈഹി സബീല. ഒരാൾ സാധ്യമാകുമെങ്കിൽ, എല്ലാം അദ്ദേഹത്തിന് ഒത്തുവന്നിട്ടുണ്ടെങ്കിൽ, എല്ലാ നിബന്ധനകളും പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ആ ഗേഹത്തിൽ പോയിക്കൊണ്ട് ഒരാൾ ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് വലിയ ബാധ്യതയാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു വമൻ, ആരെങ്കിലും അതിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിൽ, ആരെങ്കിലും അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയാൽ അവൻ കഫർ, അവൻ നിഷേധിയായി മാറിയെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഫഇന്നല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ, തീർച്ചയായും അല്ലാഹു ലോകരുടെ മേൽ എല്ലാ നിലക്കും ധന്യനാണ്, ഐശ്വര്യവാനാണ്. വേറൊരു ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു, നിങ്ങളുടെ മേൽ അല്ലാഹു ഹജ്ജിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ആ ഹജ്ജ് നിങ്ങൾ പൂർത്തീകരിക്കണമെന്ന് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന്റെ മഹത്വം പറഞ്ഞിടത്ത് ആണയിട്ട് ഉത്ബോധിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. എത്രമാത്രം ഫളായിലുണ്ട് ഇതിന്. പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് പറയുന്നുണ്ട്, പ്രവാചകരെ, ഞങ്ങൾ നിങ്ങൾക്ക് ജിഹാദ് ചെയ്യാനുള്ള അവസരമുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് രക്തസാക്ഷികളുടെ കൂലി നേടിയെടുക്കുവാനുള്ള സമയവും സന്ദർഭവും നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്നു. ഞങ്ങളും നിങ്ങളുടെ കൂടെ ഇത്തരം ജിഹാദിൽ പങ്കെടുക്കട്ടെ എന്ന് ചോദിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവരെ ഉപദേശിച്ചത്, നിങ്ങൾക്കുള്ള ജിഹാദ് എന്ന് പറയുന്നത് അത് ഹജ്ജുൻ മബ്റൂർ, മബ്റൂറായിട്ടുള്ള ഹജ്ജാണ് എന്ന് അവരോട് പറഞ്ഞു കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ എവിടെയും ഈ ഒരു കർമ്മത്തിന് അതിൻ്റെതായിട്ടുള്ള മാഹാത്മ്യവും അതിൻ്റെതായിട്ടുള്ള ശ്രേഷ്ഠതയും ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഖ്തുല്ലാഹ്, ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അതിഥികളാണ്. അവർ അവരുടെ നിവേദക സംഘമാണ്. ഇപ്പോഴും ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി മക്കയിലേക്കുള്ള ഓരോ യാത്രയിലും എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ഓരോ ഭാഗത്തും വലിയ വലിയ ഫ്ലക്സ് ബോർഡുകൾ കാണാൻ കഴിയും. ളുയൂഫുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അതിഥികൾക്ക് സ്വാഗതം, അള്ളാഹുവിന്റെ അതിഥികൾക്ക് വിരുന്നുകാർക്ക് സ്വാഗതം എന്ന ബോർഡുകൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇൻദഅഉഹു അജാബഹു, നിങ്ങൾ അള്ളാഹുവിനോട് ഹജ്ജിന് പോകുന്നവർ എന്തെങ്കിലും ചോദിച്ചാൽ, ദുആ ചെയ്താൽ ആ ദുആക്ക് അല്ലാഹു ഉത്തരം കൊടുക്കും. വയരിസ്തഅഫറൂഹു അഫറ ലഹും, അല്ലാഹു അവരോട് പാപമോചനം തേടിയാൽ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഇത് വലിയ ഒരു കർമ്മമാണ്.
ഈ കർമ്മത്തിലൂടെ നമുക്ക് കിട്ടുന്നത് അള്ളാഹുവിന്റെ സ്വർഗമാണ്. മബ്റൂറും മഖ്ബൂലുമായിട്ടുള്ള ഹജ്ജ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. എന്താണ് മബ്റൂറും മഖ്ബൂലുമായിട്ടുള്ള ഹജ്ജ്? മബ്റൂർ ആകുക എന്ന് പറഞ്ഞാൽ അള്ളാഹു വെച്ച മുഴുവൻ നിബന്ധനകളും, അതിൽ എന്തെങ്കിലും നിരക്കുള്ള മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ല, തിന്മകൾ ഉണ്ടാവാൻ പാടില്ല, അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളില്ലാതെ ഹലാലായ സമ്പത്ത് കൊണ്ട് ഒരാൾ പൂർണ്ണമായിട്ട് ഹജ്ജ് ചെയ്യുമ്പോൾ അത് മബ്റൂറായി മാറുന്നു. അങ്ങനെ മബ്റൂറായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്ത് അത് മഖ്ബൂലായി തീരും, അഥവാ സ്വീകരിക്കപ്പെടുന്നതായി തീരും. അങ്ങനെ സ്വീകരിക്കപ്പെട്ടാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കൂലി എന്ന് പറയുന്നത് സവാബുൽ ജന്ന, അത് സ്വർഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ ആലോചിക്കുന്ന ഒരു വചനത്തിൽ കാണാൻ കഴിയും, മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുദ് വലം യഫ്സിദ് റജഅ കയൗമി വലത്തുഹു ഉമ്മുഹു. ഒരാൾ ഒരു ഹജ്ജ് പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചാൽ അയാൾക്ക് അല്ലാഹു കൊടുക്കാൻ പോകുന്നത് ഒരു ജനിച്ച കുഞ്ഞിന്റെ അവസ്ഥയാണ്. നമ്മൾ ആലോചിക്കും, ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ആ കുഞ്ഞിന്റെ മനസ്സിൽ ഒരു പാപവും നമുക്ക് കാണാൻ കഴിയില്ല. പൂർണ്ണ ഫിത്രത്തോടു കൂടിയാണ് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത്. അതേ അവസ്ഥയിലേക്ക് ഹജ്ജിലൂടെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു. എന്താണ് ഈ ഹജ്ജ്? കുറഞ്ഞ കർമ്മങ്ങൾ. ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിക്കത് യോജിച്ചു എന്ന് വരില്ല, നമ്മുടെ യുക്തിക്കത് യോജിച്ചെന്ന് വരില്ല. നമ്മൾ ഇഹ്റാമിൽ നിന്നും ആരംഭിച്ച് മീഖാത്തിൽ വെച്ച് അല്ലെങ്കിൽ താമസിക്കുന്നിടത്ത് വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച് നമ്മൾ അവിടെ നിന്ന് കഅബ തവാഫ് ചെയ്ത് സഫാ മർവക്കിടയിൽ സഅയ് നടത്തി ദുൽഹജ്ജ് 8 അന്ന് രാവിലെ ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിച്ച് നമ്മൾ മിനാറ്റന്റുകളിൽ അന്ന് മുഴുവൻ ചെലവഴിച്ച് ഓരോ നമസ്കാരങ്ങളും അതാത് സമയത്ത് ചുരുക്കി നമസ്കരിച്ച് അങ്ങനെ അന്ന് രാത്രി അവിടെ ചെലവഴിച്ച് കർമ്മങ്ങളിലും ഇബാദത്തുകളിലും ഒഴുകി അടുത്ത 9ന്റെ അന്ന് നമ്മൾ അറഫയിലേക്ക് പുറപ്പെടുകയാണ്. അന്ന് ഉച്ച മുതൽ അവിടെ തുടങ്ങുന്ന കർമ്മങ്ങൾ ആ അറഫയിൽ നിന്ന് തുടങ്ങി സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി നമ്മൾ മുസ്തലിഫയിലേക്ക് പോകുന്നു. അന്ന് രാത്രി അവിടെ കിടക്കുകയാണ്, രാപ്പാർക്കുകയാണ്. ദുൽഹജ്ജ് 10ന്റെ അന്ന് രാവിലെ നമ്മൾ 3ാമത്തെ ജംറയിൽ കല്ലെറിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മുടി മുണ്ടനം ചെയ്ത് ബലിമൃഗത്തെ അറുത്ത് പിന്നെ 12, 11, 12, 13 3 ജംറകൾ എറിഞ്ഞ് അതോടുകൂടി ഹജ്ജിന്റെ കർമ്മം പൂർത്തിയാകുന്നു. അഥവാ ദുൽഹജ്ജ് 8-ന് തുടങ്ങി 13-ന് അവസാനിക്കുന്ന 6 ദിവസത്തെ കർമ്മങ്ങൾ. ഈ കർമ്മങ്ങൾക്ക് എങ്ങനെയാണ് സ്വർഗം കിട്ടുന്നത്? എങ്ങനെയാണ് സ്വർഗം കിട്ടുന്നത്? ചിലർക്ക് വേണമെങ്കിൽ അതിനെ അവഹേളിക്കാം, ഇതിന്റെ എതിരാളികൾക്ക് വേണമെങ്കിൽ അതിനെ നിഷേധിക്കാം. ഇതിന് സ്വർഗമോ? അള്ളാഹു നമുക്ക് വാഗ്ദത്തം ചെയ്ത ഒരു വിഷയം, അള്ളയും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു സംശയവുമില്ല, യാതൊരു സംശയവുമില്ല. അതാണ് വിശ്വാസികളുടെ ബാധ്യത എന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, പൗരാണിക കാലത്ത് കാലങ്ങൾക്കപ്പുറത്ത് ഈ കർമ്മം സാഹസികമായിരുന്നു. അന്ന് നടന്നു പോയവരുണ്ടായിരുന്നു. നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ നടന്ന് അവർ ഹജ്ജിന് പുറപ്പെടുന്ന സമയത്ത് അവരവരുടെ പാതയങ്ങളിൽ ചരിത്രത്തിൽ കാണാൻ കഴിയും ഒരു കഫൻ കിറ്റ് കൂടി അവർ കരുതുമായിരുന്നു, കഫൻ തുണി കൂടിയും അവർ കരുതുമായിരുന്നു. എന്തിനാണ്? യാത്രക്കിടയിൽ വഴിയിൽ വെച്ച് മരണപ്പെട്ടാൽ അവരെ കാണുന്നവർക്ക് ഈ മയ്യത്ത് മറമാടാൻ സൗകര്യം എന്നുള്ള നിരക്കായിരുന്നു ഈ കഫൻ പുടവ കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ചില ആളുകൾ ഇടയ്ക്ക് വെച്ച് മരണപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വരാത്തവരുണ്ട്. ചില ആളുകൾ മക്കയിൽ എത്തുമ്പോഴത്തേനും ഹജ്ജ് മാസം കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ 1 വർഷം കൂടി അവിടെ വീണ്ടും താമസിച്ച് ആ പരിസരങ്ങളിൽ ചെലവഴിച്ച് ഹജ്ജ് ചെയ്ത് മടങ്ങി വന്ന ആളുകളുണ്ട്. പിന്നെ കുറെ കഴിഞ്ഞപ്പം ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്ത് കപ്പലിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായി. അതും വളരെ ദുർഘടമായ യാത്രയായിരുന്നു. ഇന്ന് നമ്മൾ ആലോചിക്കൂ, ഇന്ന് കുറഞ്ഞ സമയം കൊണ്ട് ആർക്കും അവിടെ എത്താൻ കഴിയും. ഇന്നിപ്പോ നമുക്ക് ഹജ്ജിന്റെ തലേ ദിവസം ദുൽഹജ്ജ് 7-ന് നാട്ടിൽ നിന്ന് പുറപ്പെട്ടാലും ഈ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ച് 6 or 7 ദിവസം കൊണ്ട് നാട്ടിൽ മടങ്ങി വരാൻ കഴിയും. അത്രമാത്രം നവീകരണം ഉണ്ടായ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ കഅബയുടെ അസ്ഥിവാരം പടുത്തുയർത്തുന്ന സമയത്ത് അവിടുന്ന് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വൈദ യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയും ഈ ഭവനത്തിന്റെ അസ്ഥിവാരം പടുത്തുയർത്തുന്ന സമയത്ത് അവിടുന്ന് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഇതായിരുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും ഇത് കബൂൽ ചെയ്യണമേ, ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണമേ. ആ പ്രാർത്ഥനയുടെ സ്വീകാര്യതയാണ് ഇന്ന് ലോകത്തുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഭവനത്തെ തേടി അന്വേഷിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് പ്രയാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 വർഷം 25 ലക്ഷമെങ്കിലും ഹജ്ജ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, ലോകത്ത് 850-ന്റെ അടുത്ത് കോടി മനുഷ്യന്മാരുണ്ടെങ്കിൽ
200 ചില്ലാനം കോടി വിശ്വാസികളും മുസ്ലിങ്ങളുമാണ്. ഒരുപക്ഷെ അവിടെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ വർഷവും കോടിയിൽ വരുന്ന ആളുകൾ, 1-2 ഒക്കെ കോടി ആളുകൾക്ക് വേണമെങ്കിൽ അവിടെ ഹജ്ജിന് വരാമായിരുന്നു. പക്ഷെ അവിടെയുള്ള പരിമിതികളും അവിടുത്തെ സംവിധാനങ്ങളും ഇത്ര ആളുകൾക്ക് ഉൾക്കൊള്ളാനേ ഉള്ളൂ. ഇപ്പൊ അറഫയിൽ നിൽക്കുക എന്നത് ഹജ്ജിന്റെ ഭാഗമാണ്. അറഫയിൽ നിൽക്കാത്തവന് ഹജ്ജില്ല. അപ്പൊ ഈ അറഫയിൽ പരമാവധി നിൽക്കാൻ പറ്റുന്നത് ഒരു 30 ലക്ഷത്തിന്റെ താഴെ ആളുകൾക്കാണ്. അതുകൊണ്ട് ഓരോ രാജ്യത്തിനും ഇത്രമാത്രം വിസയും സംവിധാനവും ഒക്കെ കണക്കാക്കിയിട്ട് അവിടുത്തെ ഭരണകൂടം ഈ ഒരു കർമ്മത്തിന് വേണ്ടി എത്രയോ ഒരുക്കങ്ങൾ നടത്തുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭവനത്തിന്റെ പൂർത്തീകരണം സാധ്യമായ സന്ദർഭത്തിൽ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയോട് പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് എന്നാണ് ഈ പറയുന്നത്. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അള്ളാഹ് പറയുന്നു, ഇബ്രാഹിം പ്രവാചകരെ, താങ്കൾ ഇത് വിളിച്ചു പറയണം, വിളംബരം ചെയ്യണം, ഈ ഹജ്ജിനെ കുറിച്ച് വിളംബരം ചെയ്യണം. അങ്ങനെ ചെയ്താൽ ആളുകൾ വിദൂരമായ മലമ്പാതകൾ താണ്ടിക്കടന്ന് മെലിഞ്ഞൊട്ടകപ്പുറത്തും കാൽനടയായിട്ടും ഈ ഭവനത്തിന്റെ അടുത്തേക്ക്, താങ്കളുടെ അടുത്തേക്ക് വരുന്നത് താങ്കൾക്ക് കാണാൻ കഴിയും. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ റബ്ബി കൈഫ ഉബല്ലിഉ അന്നാസ്, പടച്ചോനെ എങ്ങനെയാണ് ഞാൻ ജനങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക? വകൈഫ സൗതി, എന്റെ ശബ്ദം എവിടെ എത്താൻ? ഇത് കേൾക്കാൻ ഈ ചുറ്റുഭാഗത്ത് ഒരാളുമില്ലാത്ത വിജനമായിട്ടുള്ള ഒരു മരുഭൂമിയാണിത്. പാറക്കെട്ടുകളാണ്, കുന്നുകളാണ്, മലകളാണ്. ഈ സമയത്ത് അള്ളാഹു മറുപടി കൊടുത്തു വഹിയിലൂടെ, ഫഖാല അലൈക നിദാ വഅലൈനൽ ബലാ. പ്രവാചകൻ ഇബ്രാഹിം പ്രവാചകരെ, താങ്കൾ ഇത് എത്തിച്ചു കൊടുക്കുക, താങ്കൾ ഇത് വിളിച്ചു പറയുക, എത്തിക്കൽ എന്റെ ബാധ്യതയാണ്. ഈ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫഖാമ ഇബ്രാഹിം അലാ മുർതഫഇൻ, ഒരു ഉയർന്ന സ്ഥലത്ത് കയറി നിന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പന, അതിന്റെ ആജ്ഞാനുവൃത്തിയായി, അഥവാ അത് വിളിച്ചു പറഞ്ഞു. നമ്മൾ ആലോചിക്കൂ, ആ വിളിയുടെ ഉത്തരമാണ് ഇന്ന് ലോകത്തിന്റെ ഓരോ രാഷ്ട്രങ്ങളിൽ നിന്നും വിശ്വാസി സമൂഹം ഈ ഒരു പ്രവിശ്യയെ തേടി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കൂ, ഇത് നമ്മുടെ ഒരു ബാധ്യതയാണ്. സാമ്പത്തികം ഉണ്ടാവണം, അതേപോലെ ആരോഗ്യവും ഉണ്ടാവണം. ഇതുണ്ടായിട്ട് ഒരാൾ ഇതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് അയാൾ കുഫ്റാണ് കാണിക്കുന്നത്, നിഷേധമാണ് എന്നുള്ളത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാമ്പത്തികവും ആരോഗ്യവും ഉള്ള ഒരാൾ ഹജ്ജിന് വേണ്ടി ധൃതിപ്പെടണം. നമ്മൾ ചിന്തിച്ചതുപോലെ, ആരെങ്കിലും മനസ്സിലാക്കിയതുപോലെ പ്രായത്തിന്റെ അവസാനത്തിൽ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ ചെയ്യേണ്ട ഒന്നല്ല ഇത്. കാരണം റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് രോഗം വന്നേക്കാം, നിങ്ങളുടെ സമ്പത്ത് അതിന് പ്രശ്നങ്ങൾ വന്നേക്കാം, ആരോഗ്യം ക്ഷയിച്ചേക്കാം. അതുകൊണ്ട് പറ്റുന്ന സമയത്തായിരിക്കണം നിങ്ങളത് ചെയ്യേണ്ടത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഖദറ അലൽ ഹജ്ജി ഫതറകഹു ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്റാനിയൻ. ഒരാൾക്ക് സമ്പത്തും കഴിവും ആരോഗ്യവും ഒക്കെ ഉണ്ടായിട്ട് ഒരാൾ ഇതിൽ നിന്ന് പിന്മാറി നിന്നാൽ അയാൾ നസ്റാനിയോ യഹൂദിയോ ആയിട്ട് മരിച്ചു കൊള്ളട്ടെ എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ പ്രിയമുള്ളവരെ, ഈ ഹജ്ജിന്, ഈ കൂട്ടത്തിൽ ഹജ്ജ് ചെയ്ത ആളുകൾ ഉണ്ടാകും. ആ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിൽ ഒരു സൗഭാഗ്യമാണ്. ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇനി അടുത്ത വർഷവും അതിന്റെ അപ്പുറത്തും ഒക്കെ പോകാൻ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഈ സമയം എന്ന് പറയുന്നത് ഹജ്ജിന് വേണ്ടി വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഇതിന്റെ മാഹാത്മ്യവും ഇതിന്റെ സ്മരണയും ഒക്കെ നമ്മൾ ഓർക്കുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ലക്ഷക്കണക്കിന് ആളുകൾ, 25-30 ഒക്കെ ലക്ഷം ആളുകൾ അവിടെ 2 തുണിയെടുത്ത് നിൽക്കുമ്പോൾ, അവിടെ രാജാവും പ്രജയും പണിക്കാരനും പണക്കാരനും സമ്പന്നനും ദരിദ്രനും വ്യത്യാസമില്ലാതെ എല്ലാവരും 2 തുണിയിലാണ് നിൽക്കുന്നത്. നമ്മൾ ആലോചിക്കൂ, രാജാക്കന്മാർക്ക് അവരുടെ കയ്യിൽ കോടികളുണ്ട്, വലിയ വലിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് 2 വില കുറഞ്ഞ തുണിയെടുത്ത് അവിടെ നിൽക്കുമ്പോ അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ മരണത്തിലേക്കാണ്. ഒരാൾ മരിക്കുമ്പോ അവസാനമായിട്ട് യാത്രയാക്കുമ്പോൾ നമ്മൾ പൊതിയുന്നത് 3 വെള്ള തുണിയിലാണ്. എങ്കിൽ ആ ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച് നിൽക്കുന്ന ഒരു വിശ്വാസി 2 തുണിയിലാണ് നിൽക്കുന്നത്. നമ്മൾ ആ 25 ലക്ഷത്തിലധികം ആളുകൾ അറഫയിൽ സംഗമിക്കുമ്പോ, ആ വെള്ള വസ്ത്രത്തിൽ സംഗമിക്കുമ്പോ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മഹ്ശർ മൈതാനയുടെ പ്രതീതിയായിരിക്കും. അപ്പൊ നമ്മുടെ ഖബറിലേക്കും നമ്മുടെ മഹ്ശറയിലേക്കും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു കർമ്മമാണിത്. ഈ കർമ്മത്തിന്റെ പ്രാധാന്യം അത്രമാത്രം പ്രസക്തമാണ്. എന്താണ് അതിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ അസ്തിത്വത്തെ സ്ഥാപിക്കലാണ്, അവന്റെ തൗഹീദിനെ ബോധ്യപ്പെടുത്തലാണ്, ആദർശത്തെ പ്രഖ്യാപിക്കലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം
4500 വർഷങ്ങൾക്കപ്പുറത്ത് അന്ന് പ്രഖ്യാപിച്ച ആ ഏകത്വത്തിന്റെ വചനമുണ്ട്. അതാണ് ഒരു ഹാജി ഉച്ചരിക്കുന്നത്. അതാണ് തൽബിയത്ത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് അത് കാണാൻ കഴിയും. ലക്ഷക്കണക്കിന് ആളുകൾ ഈ തൽബീത്ത് ചൊല്ലുകയാണ്. അള്ളാഹു നിന്റെ വിളിക്ക് ഉത്തരം നൽകി, ഞാനിത് അനുസരണയുള്ള ഒരു വിനീതനായ അടിമയായിട്ട് നിന്റെ അടുത്ത് വന്നിരിക്കുന്നു. നിനക്ക് പങ്കുകാരില്ല, നിനക്ക് കൂട്ടുകാരില്ല, നിനക്ക് തുണയില്ല, നിനക്കിണയില്ല, നിനക്ക് മക്കളില്ല. നീയാണ് എല്ലാത്തിന്റെയും അധീശാധികാരി. എല്ലാ അധികാരവും എല്ലാം നിന്റേതാണ്. അതുകൊണ്ട് എല്ലാ സ്തുതിയും നിനക്കാണെന്ന് പറഞ്ഞിട്ട് ലാ ശരീക ലക്, നിനക്ക് പങ്കാളികളായിട്ട് ആരുമില്ല. ഇതാണ് തൽബിയത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത്. ഈ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ മനസ്സിൽ എപ്പോഴും അത് വലിയ ഒന്നായിട്ട് കൊണ്ടു നടക്കാൻ കഴിയണം. ഇനി ദുൽഹജ്ജ് പറക്കുന്നതോടുകൂടി നമുക്ക് ചെയ്യാനുള്ള ചില സംഗതികളുണ്ട്. ദുൽഹജ്ജ് 1 പറക്കുന്നതോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങൾ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. ചില സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്, ചില സമയത്തിന് പ്രത്യേകതയുണ്ട്. ഇസ്ലാം അങ്ങനെ പലതിനും നൽകി. ആ കൂട്ടത്തിൽ അള്ളാഹു അനുഗ്രഹിച്ച സ്ഥലമാണ് മക്ക എന്ന് പറയുന്നത്. ആ മക്ക എന്ന് പറയുന്ന സ്ഥലം, അപ്പൊ അവിടെ ഹാജിമാർ ഒരുമിച്ച് കൂടുമ്പോൾ, ഇവിടെ വിശ്വാസികൾ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ 1 മുതൽ 10 വരെയുള്ള ദിവസം സൂറത്തുൽ ഫജ്റിലെ സൂക്തം ഇതാണ്. 10 രാത്രികൾ. ഈ 10 രാത്രികൾ എന്നതിനെ കുറിച്ച് വിശദീകരിച്ചിടത്ത മുഫസ്സിരീങ്ങളിൽ ചിലർ പറഞ്ഞത് ഇത് ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൽ അമൽ അസ്വാലിഹു ഫീഹാ ഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഈ ദിവസം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെക്കാൾ അല്ലാഹു ഇഷ്ടമുള്ള ഒരു സമയം വേറെയില്ല. അതുകൊണ്ട് ഈ സമയം പ്രിയമുള്ളവരെ, ഈ 1 പറക്കുന്നതോടുകൂടി 10 വരെയുള്ള ദിവസങ്ങൾ കൂടുതൽ കർമ്മങ്ങൾ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയണം. ഫർള് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യും. സുന്നത്തായിട്ടുള്ള കർമ്മങ്ങൾ ധാരാളമുണ്ട്. ദിക്റുകളുണ്ട്, ദുആകളുണ്ട്, ഖുർആൻ പാരായണങ്ങളുണ്ട്, അതേപോലെ പ്രാർത്ഥനകളുണ്ട്, ഖിയാമുൽ ലൈൽ നമസ്കാരമുണ്ട്, രാത്രി തഹജ്ജുദ് ഉണ്ട്, രാവിലെ ളുഹാ നമസ്കാരമുണ്ട്. അതേപോലെ തന്നെ ദുൽഹജ്ജ് 9 അറഫ നോമ്പുണ്ട്. ദുൽഹജ്ജ് 10 ഉളഹിയ്യത്ത് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കർമ്മമുണ്ട്. ഇതൊക്കെ നമുക്ക് നിർവഹിക്കാൻ കഴിയണം. അവിടെ നിന്ന് പറഞ്ഞു, ഫഅക്സിറു ഫീഹിന്ന മിനത്ത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ദിവസങ്ങളിൽ നിങ്ങൾ തഹ്ലീലും തക്ബീറും അതേപോലെ തഹ്മീദും ഒക്കെ വർദ്ധിപ്പിക്കണം. അതൊക്കെ നിങ്ങൾ വർദ്ധിപ്പിക്കണം. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹും അതേപോലെ തന്നെ അൽഹംദുലില്ലാഹും ഒക്കെ കൂടുതൽ വർദ്ധിപ്പിക്കണം. അതേപോലെ തന്നെ നമ്മൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ഉലഹിയത്തിന്റെ സംവിധാനങ്ങൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും അതിൽ കൂടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൽ പങ്കാളികളാവാം. നമ്മളന്ന് സൂചിപ്പിച്ചതുപോലെ 7600 രൂപയാണ്. അപ്പൊ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ പുണ്യത്തിന് വലിയ മാറ്റമുണ്ട്. രണ്ടാമത്തേത് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെച്ചതിന്റെ പകരം, അതിന് പകരമായിക്കൊണ്ട് നമ്മളോട് ആജ്ഞാപിച്ച ഒരു കർമ്മമാണ് ഇത്. ചെറിയൊരു വിഷയമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കർമ്മത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുൽഹജ്ജ് 1 പിറന്നാൽ അവരുടെ മുടിയും അവരുടെ നഖവും ഇതുമൊക്കെ അവിടെ ബാക്കി വെക്കുക, ഈ അറവ് കഴിയുന്നത് വരെ അത് എടുക്കാതിരിക്കുക എന്നത് കനപ്പെട്ട ഒരു സുന്നത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒന്നാണ്. അപ്പൊ ഇതൊക്കെ ഉൾക്കൊണ്ട് ഈ ഒരു മാസത്തിന്റെ പവിത്രതയും ഇതിന്റെ ഫളായിലും ഇതിന്റെ മഹത്വവും ഒക്കെ ഉൾക്കൊണ്ട് ഈ ദുൽഹജ്ജ് മാസം ഏറ്റവും പവിത്രമാണ്, അള്ളാഹു ആദരിച്ച മാസമാണ്. അതിലുള്ള കർമ്മങ്ങളും ഇബാദത്തുകളും ഒക്കെ വർദ്ധിപ്പിക്കുവാനും അതിലേക്ക് അറിയുവാനും നമ്മുടെ സന്നദ്ധരാകുമ്പോൾ അവിടേക്ക് അള്ളാഹുവിന്റെ തൗഫീഖും നിഅമത്തും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അത്തരത്തിൽ ആലോചിച്ച് ചിന്തിച്ച് ജീവിതത്തെ വികസനമാക്കുന്ന, ധന്യമാക്കുന്ന മുത്തഖികളിൽ, വിശിഷ്യ മുവഹിദുകളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ സ്നേഹധന്യരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന് തഖ്വയുള്ളവരാവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയ ആയത്ത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല.
നിങ്ങൾക്കിടയിൽ മരണത്തെയും ജീവിതത്തെയും നമ്മൾ സംവിധാനിച്ചത് നിങ്ങൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കാനാണ്. നമ്മുടെ അമല് ചെയ്യലല്ല, ആ അമലിനെ കുറിച്ച് പറഞ്ഞെടുത്ത അഹ്സനു അമല, ഏറ്റവും അഹ്സനായിട്ട് ചെയ്യണമെന്നാണ്. അഹ്സൻ എന്ന് പറഞ്ഞാൽ, ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ് അർത്ഥം. നമുക്കൊക്കെ പല ആളുകൾക്കും ഹസൻ എന്ന് പഴയ ആളുകൾക്കൊക്കെ പേരുണ്ടാവും. ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ്. അഹ്സൻ എന്ന അറബിയിൽ പറയുമ്പോൾ ഏറ്റവും നല്ലത് എന്നാണ്. അപ്പൊ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ഏറ്റവും നന്നായി ചെയ്യുക എന്നുള്ളതാണ്, ഏറ്റവും നന്നായി ചെയ്യുക. അപ്പൊ നമ്മളെല്ലായിടത്തും മുന്നിലാവണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് വാന അവ്വലുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽ നമ്പർ 1 ഞാനാവണമെന്ന് അള്ളാഹു ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. നമ്മൾ മുന്നിലാവാനുള്ള പരിശ്രമമാണ് നടത്തേണ്ടത്. ഇപ്പൊ എവിടെയും നമ്മൾ അങ്ങനെയാണ് നോക്കുന്നത്. അപ്പൊ നമ്മളൊരു ജോലി ചെയ്യുന്ന ഒരാള് അപ്പുറത്തൊരു കമ്പനിയിൽ കുറച്ചുകൂടെ സാലറി കൂടുതലുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും, മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഏറ്റവും ലാഭമുള്ളയിടത്ത് നിന്ന് പർച്ചേസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കും. എല്ലായിടത്തും നമ്മൾ ആദ്യമാവണമെന്ന് നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നമ്മൾക്കായിരിക്കണം ടോക്കൺ നമ്പർ 1 കിട്ടേണ്ടത് എന്ന് നമ്മൾ ആഗ്രഹിക്കും. ഇനി 1 കിട്ടിയിട്ടെങ്കിൽ 2 കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ഒരു ബസ്സിൽ ഒരു ട്രെയിനിൽ കയറുമ്പോൾ എനിക്ക് ആദ്യം സീറ്റ് എനിക്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ആഗ്രഹിക്കണം. എല്ലായിടത്തും നമ്മൾ മുന്നിലാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ ഒരാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് യൗമുൽ ജുമുഅ എന്ന് പറയുന്നത്. യൗമുൽ ജുമുഅയുടെ പ്രത്യേകത, ജുമുഅ എന്ന് പറഞ്ഞാൽ അറബിയിൽ സമ്മേളനം, ഒരുമിച്ച് കൂടുക എന്നൊക്കെയാണ് അർത്ഥം. ഒരുമിച്ച് കൂടുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഈ ഒരു ദിവസത്തിന് വലിയ ഫളായിലുകളുണ്ട്. ഇത് വിഷയമായിട്ട് നമുക്ക് ഫത്വ നിർവഹിക്കേണ്ടതാണ്. 1-2 കാര്യം മാത്രം സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന യൗമൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം. ആഴ്ചയിൽ 7 ദിവസങ്ങളുണ്ട്. ഈ 7 ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ. നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ഫളിലുള്ളത് ജുമുഅ ദിവസമാണെന്ന് വേറൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. വേറൊരു വചനത്തിൽ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ 7 ദിവസങ്ങളിൽ ഏറ്റവും ഫളിലുള്ള ദിവസം ഈ വെള്ളിയാഴ്ചയാണ്. അപ്പൊ ഈ വെള്ളിയാഴ്ച നമുക്ക് നമ്മൾ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് സുന്നത്തുകളുണ്ട്. കുളി, നമ്മുടെ സുഗന്ധം പൂശിക്കൊണ്ട് നല്ല വസ്ത്രം ഉള്ളതിൽ നല്ലത് ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നേരത്തെ വരിക. അപ്പൊ നമ്മൾ ആദ്യം നേരത്തെ പള്ളിയിൽ വന്ന് സൂറത്തുൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരു വെള്ളിയാഴ്ച നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളി വരെ നമുക്കത് പ്രകാശമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ ആലോചിക്കൂ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം 4 റക്അത്ത് നമസ്കാരത്തെ 2 ആക്കിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചുരുക്കി തന്നത്, അഥവാ അള്ളാഹു വഹീയിലൂടെ നബിയെ അറിയിച്ചത്, നമ്മൾ ആ ജുമുഅയിലും സമ്പൂർണമായിട്ട് പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് ഈ 2 നമുക്ക് ഏറ്റവും അനുവദനീയമായി മാറുന്നത്. അപ്പൊ നമുക്ക് തിരക്കില്ലാത്ത ആളുകൾ, ഒരു നസീഹത്ത് എന്നുള്ള നിലക്കാണ് ഉപദേശിക്കുന്നത്. തിരക്കില്ലാത്ത ആളുകളൊക്കെ ബാങ്കിന്റെ മുമ്പ് തന്നെ പള്ളിയിൽ എത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ട്, മലക്കുകളുടെ വലിയൊരു സാന്നിധ്യം പള്ളികളിൽ ഉണ്ടാവും. എല്ലാ സമയത്തുണ്ട്, വെള്ളിയാഴ്ച പ്രത്യേകിച്ച്. ഏതൊക്കെ പള്ളിക്ക് കവാടമുണ്ടോ അവിടെയൊക്കെ ഏടും പിടിച്ച് മലക്കുകളിരിക്കും, അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെ ആദ്യം വരുന്ന ആളുകൾക്ക് അവർക്കുള്ള പ്രതിഫലം ഇങ്ങനെ അവർ ഏടുകളിൽ എഴുതും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാമ മിമ്പറിൽ കയറുന്നതോടുകൂടി അതെല്ലാം കൂട്ടിവെച്ചിട്ട് അവര് കൂട്ടിവെച്ചിട്ട് നേരെ അവര് ഖുതുബ കേൾക്കാൻ വേണ്ടി ഇതുപോലെ ഇരിക്കുമെന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വരുന്ന ആളുകൾ അതിലും ശ്രദ്ധിക്കേണ്ട വേറൊരു അദബ് എന്ന് പറയുന്നത്, പള്ളിയിൽ നമ്മൾ ഏറ്റവും മുന്നിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നാമത്തെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നാമത്തെ സഫിൽ ഇരിക്കുന്ന ആളുടെ കൂലി ഒരിക്കലും 2ാം സഫിൽ ഇരിക്കുന്ന ആൾക്ക് കിട്ടൂല, ഒരിക്കലും കിട്ടൂല. അപ്പൊ ആ സഫിനനുസരിച്ച് ഇങ്ങനെ ഏറ്റക്കുറച്ചിലുണ്ടെന്ന് സഹിഹായ ഹദീസാണ്. ഈ വചനം കേട്ടപ്പോ മദീന പള്ളിയുടെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന അസ്ലം ഗോത്രക്കാര് അവരുടെ വീട് എന്ത് ചെയ്തു, അവര് റസൂൽ 2 കാര്യം പറഞ്ഞു. ഒന്നാമത്തെ സഫിലുള്ള കൂലി 2ാമത്തെ സഫിൽ കിട്ടൂല. അടുത്തു നിന്ന് വരുന്നവർക്കുള്ള കൂലിയല്ല, ദൂരെ നിന്ന് നടന്നു വരുന്നവർക്ക്. ഇത് കേട്ടപ്പോ അസ്ലം ഗോത്രക്കാര് വീട് കുറച്ച് ദൂരേക്ക് വിറ്റ് അവര് മാറി കുറച്ച് ദൂരെ വീടെടുത്തു, അടുത്ത വീട് വിറ്റിട്ട് ആ നടത്തത്തിന് കൂലി കിട്ടാൻ, ഒന്നാമത്തെ സഫില് കൂലി കിട്ടാൻ. അപ്പൊ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, നമ്മളെപ്പോഴും അള്ളാഹുവിന്റെ അടുത്ത് നമ്മുടെ 10, 60, 70 വർഷത്തെ ജീവിതം, ആ ജീവിതം അവസാനിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് അള്ളാഹുവിന്റെ പൊരുത്തമാണ്, അവന്റെ സ്വർഗമാണ്. അതുകൊണ്ട് പരമാവധി നമ്മൾ സാധിക്കുന്നവർ, പ്രത്യേകിച്ച് ഒതുറും ജോലിയൊക്കെ ഉള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഇളവുണ്ടായിരിക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ വന്ന് സ്വഫുകൾ പൂർത്തീകരിച്ചിരുന്ന് കാബക്ക് അഭിമുഖമായിട്ടിരുന്ന്, ഇപ്പൊ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ചാരിയിരിക്കാം ആരോഗ്യപരമായിട്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ നമ്മൾ അവിടെയൊക്കെ എളുപ്പം നോക്കിയാൽ നമ്മുടെ പ്രതിഫലത്തിൽ നമുക്ക് കുറച്ചിലുണ്ടാകും എന്ന ഒരു തിരിച്ചറിവാണ് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരായി മാറാനുള്ള പരിശ്രമങ്ങളും
അതിന്റെ മത്സരങ്ങളുമൊക്കെയാണ് നമുക്ക് നടത്താനുള്ളത്. ആ രൂപത്തിലൊക്കെ ചിന്തിച്ച് ആലോചിച്ച് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പരമാവധി അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു അത്തരത്തിൽ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തവും പ്രീതിയും ഒക്കെ കിട്ടുന്ന ആളുകളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും മാതാപിതാക്കൾ, ഭാര്യാസന്താനങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളക്കണക്കിന് ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ പള്ളിയിലെ ഒരു സഹോദരൻ അടുത്ത ദിവസം ഒരു സർജറിക്ക് വേണ്ടി വിധേയനാവുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ സർജറിയും ഓപ്പറേഷനും നല്ല രൂപത്തിൽ വിജയകരമായി പൂർത്തീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യപരമായി ബുദ്ധിമുട്ടുന്ന രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന പല ആളുകളുമുണ്ട്. എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഈ മംഗളയിൽ 4 ചെറുപ്പക്കാർ ഇടിമിന്നലേറ്റുകൊണ്ട് മരണപ്പെട്ട വാർത്തയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരാണ്. അള്ളാഹു അവർക്ക് എല്ലാ നിലക്കുമുള്ള ആശ്വാസവും മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്